ഇന്ന് അനീഷ് ഒരു കുത്തിയിരിപ്പ് മത്സരമൊക്കെ നടത്തിയിരിക്കുകയായിരുന്നു ബിഗ് ബോസിൽ. കാരണം അനീഷിന് ഇന്ന് ജനറൽ മാനേജറായ ലക്ഷ്മി ഇന്ന് ഗോൾഡ് കോയിൻ കൊടുത്തില്ല. മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ടും അനീഷിന് കൊടുത്തില്ല. അപ്പോൾ അനീഷ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ നല്ലപോലെ ജോലി ചെയ്തു, ഹോട്ടലിലെ റൂം ക്ലീനറൊക്കെ ആയിരുന്നു അനീഷ്. അപ്പം ഞാൻ നല്ലപോലെ തന്നെ ജോലി ചെയ്തത്, പക്ഷേ എനിക്ക് ഗോൾഡ് കോയിൻ തന്നില്ല, എനിക്ക് തന്നേ പറ്റുമെന്നും പറഞ്ഞ് ഒരു നിലയിൽ അവിടെ അങ്ങ് ഇരുന്ന് 2 മണിക്കൂറും 3 മണിക്കൂറും കഴിഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് എണീക്കത്തില്ല. ഗോൾഡ് കോയിൻ കിട്ടാതെ ഞാൻ എണീക്കത്തില്ലെന്ന് വാശി. അങ്ങനെ രാത്രി 1:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഷിയാസ് ഭക്ഷണം കൊണ്ട് കൊടുത്ത്, കഴിക്കുക അനീഷ്, ഫുഡ് കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ആ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഗെയിം കളിക്കുവാണ്, കപ്പ് കിട്ടാനൊക്കെയാണ്. അപ്പം ഷിയാസ് അന്ന് കപ്പൊക്കെ അടിക്കാൻ, നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് വേണ്ടേ, ആരോഗ്യം വന്നിട്ട് വേണ്ടേ കപ്പടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അനീഷിന് ആ ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് ഷിയാസ്. അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ നേരം അനീഷിനോട് ശോഭയും ഷിയാസും വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് കൈ കൊടുക്കുന്നു. അപ്പോൾ ഷിയാസിന് മാത്രം അനീഷ് ഗുഡ് നൈറ്റ് പറഞ്ഞ് കൈ കൊടുത്ത് ശോഭയ്ക്ക് കൊടുത്തില്ല. ശോഭയ്ക്ക് അതൊരുപാട് വിഷമമായി. അങ്ങനെ ശോഭ പോയൊരു ചെയറിലിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് ശോഭയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ്, എനിക്ക് എന്തെങ്കിലും മനസ്സിന് വേദനിച്ച് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് എനിക്ക് അത് ഇതാക്കാൻ പറ്റില്ല, ഞാൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ആളാണ് എന്നാണ്. അപ്പം ശോഭയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ശോഭ പറഞ്ഞ്, എനിക്ക് നിങ്ങളോടൊരു ബഹുമാനമായിരുന്നു, ഇതോടുകൂടി ബഹുമാനം പോയി എന്ന് പറയുന്നത്. അനീഷിന് ദേഷ്യം വരാൻ കാരണം ശോഭ കാരണമാണ് കോയിൻ കിട്ടിയില്ലെന്ന് വെച്ചാണ്. കാരണം ഒരു ഗെയിമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭ ഇടയ്ക്ക്, ഈ ഡ്യൂട്ടി ഇടയ്ക്ക് പിന്നെ പെണ്ണായിട്ട് ഒരുക്കിയിട്ട് ഒരു ഗെയിം കളി, ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ശോഭയും അനീഷും തമ്മിൽ. അപ്പോൾ കുറച്ച് നേരം സ്റ്റാച്ചു ആയിട്ടൊക്കെ നിർത്തി. ഇതൊക്കെ പറഞ്ഞാണ് ലക്ഷ്മി കോയിൻ കൊടുക്കാഞ്ഞത്. പണി ചെയ്യേണ്ട സമയത്ത് പിന്നെ ശോഭ അനീഷും കൂടെ സംസാരിച്ച് അതായിരുന്നു അനീഷിന് സോൾവ് ആക്കി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.